വലിയൊരു രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് അത് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി മാറാതിരിക്കാൻ അത് മാറ്റാനും രണ്ട് മുന്നണികൾ ശ്രമിക്കുന്നു. ഒന്ന്, ഈ വന്യജീവി ശല്യം എന്ന് പറയുന്ന ഇവിടുത്തെ കോർ ഇഷ്യൂ, പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയം. നമുക്കറിയാം, നേരത്തെ നിരവധി പേരെ ആന ചവിട്ടിക്കൊന്നു, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പരിക്കേറ്റു. ആ തരത്തിൽ വരുന്ന ഒരു വിഷയത്തിലേക്ക് അതൊരു ചർച്ചാ വിഷയമായി വരുന്നത് ഭരണപക്ഷത്തെയും അതുപോലെ തന്നെ അത് രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷവും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ പല വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ KCBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള കെണികൾ എന്തുകൊണ്ട് സ്ഥാപിക്കപ്പെടുന്നു തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും ഈ വിഷയങ്ങളിലേക്കൊരു ചർച്ചയായി വരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ സമീപകാലത്ത് കണ്ടിരിക്കുന്ന ഒരു മരണത്തിൽ, ഒരു ബാലന്റെ മരണത്തിൽ ഇത്ര ഷാർപ്പായിട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കാരണം രാവിലെ ഞാനാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് പോയി ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ ഇത് ആസൂത്രിതമായൊരു പ്രശ്നമാണ്. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം, അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡാണ്, അതുകൊണ്ട് ഒരു ആസൂത്രിതമായ ഒരു നീക്കമാണ്. അതുപോലെ തന്നെ സമാനമായ പ്രതികരണമാണ് തുടക്കത്തിൽ വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മരണത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ സമീപകാലത്ത് ഒരു പക്ഷേ ഇതാദ്യമാണ്. കാരണം ഒരു ആസൂത്രിതമായ കൊലപാതകത്തിന്റെ സ്വഭാവത്തിൽ ഉള്ള ഒരു ആരോപണം വരുന്നു, അതിനെ പ്രതിരോധിക്കാൻ UDF രംഗത്തിറങ്ങുന്നു എന്നുള്ളത് ഒരുപക്ഷെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നമ്മൾക്ക് ഈ വാർത്ത കൊടുത്തതിന് ശേഷം 1-2 പേര് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അതായത് നേരത്തെ ഇതുപോലെ തന്നെ പന്നിക്കണികൾ ഈ ഭാഗത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ പല ഭാഗങ്ങളിലും വെച്ച് നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ നമ്മളെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്, ഞങ്ങൾ പരാതി കൊടുത്തു, പക്ഷേ പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ഭാഗത്തുണ്ട്. കാരണം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്കിനൊപ്പം തന്നെ ഇങ്ങനെ ഈ പന്നിക്കെണികൾ, അതായത് ഇല്ലീഗലായിട്ടുള്ള ഇത്തരത്തിലുള്ള കെണികളിൽ മരണപ്പെടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. അത്തരം ഒരു പ്രശ്നത്തിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. എന്തായാലും ഈ വന്യജീവി പ്രശ്നം വീണ്ടും പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യുകയാണ്. ഇനി 10 ദിവസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഏതാനും ദിവസം കൂടി ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. അത്രയധികം ഷാർപ്പാണ് ഈ വിഷയത്തിൽ. ഇന്നലെ അർദ്ധരാത്രി കോൺഗ്രസ് നടത്തിയ അല്ലെങ്കിൽ UDF നടത്തിയ സമരത്തിനെതിരെ അത്ര ഷാർപ്പായിട്ടാണ് CPM പ്രതികരണം.